ഇതെടുക്കച്ചാ എന്നാ ആർക്കും ഇട്ട് കൊടുക്കാനാ നമ്മളെ ഏൽപ്പിച്ചേ? ആദ്യമൊന്നും എനിക്ക് കത്തിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ മനസ്സിലായി. എന്നോട് പറഞ്ഞത് 1 മാസം കഴിക്കാൻ തോന്നുന്നു. എൻ്റെ മുഖത്തെ ഭാവങ്ങളൊന്നും ആരും നോക്കണ്ട. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണെന്നുള്ളത്, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന എൻ്റെ എഴുത്തുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളയച്ച ഗിഫ്റ്റാണിത്. വലിയ വ്യക്തിതന്നല്ലേ? എന്തായാലും ഇതൊക്കെ എടുത്തിട്ട് ഒരു ഫോട്ടോഷൂട്ടെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ചൊവ്വാഴ്ച തന്നെ ഞാനും എൻ്റെ ചങ്ങായും കൂടി പോകുന്നുണ്ട്. അടുത്ത ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഗിഫ്റ്റ് കൊണ്ടുത്തരാൻ വന്ന ആളും കൂടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആ ഗിഫ്റ്റും ഒരുപാട് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. ഞാൻ വരക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആയിരിക്കണം അയാൾ എനിക്ക് ഫ്രെയിമാണ് ഗിഫ്റ്റായിട്ട് തന്നത്. ഇതിൽ ആരെയാന്ന് വരക്കേണ്ടതെന്നുള്ളതിൽ എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. സത്യമായിട്ട് ഞാൻ കുറച്ച് കത്തുകൾ വായിക്കാനുള്ള കൊതി കൊണ്ടാണ് അന്ന് അഡ്രസ്സെല്ലാം പോസ്റ്റ് ചെയ്തത്, എൻ്റെ ബർത്ത്ഡേ ആണെന്നെല്ലാം മുൻകൂട്ടി അറിയിച്ചത്. ഇപ്പോൾ എനിക്ക് നിരന്തരമായിട്ട് ഗിഫ്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓപ്പൺ ചെയ്യാത്ത വലിയൊരു പെട്ടിയുണ്ട് വീട്ടിൽ. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അവിടെ വെച്ചു. എന്തായാലും ഗിഫ്റ്റായിട്ട് കിട്ടി ഈ പേന കൊണ്ട് ഞാൻ എഴുതി പഠിച്ച് അച്ഛൻ ആഗ്രഹിച്ച പോലെ PSCയിൽ റാങ്ക് വാങ്ങും. ജോലി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഗിഫ്റ്റ് എനിക്ക് അയച്ചു തന്ന ആളോടും എന്നെ അറിയിക്കാതെ അതൊക്കെ പ്ലാൻ ചെയ്ത് എനിക്ക് കൊണ്ടെത്തുന്ന ആളോടും ഒരുപാട് സ്നേഹം.